ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ അങ്ങനെ മെമ്പർഷിപ്പ് എന്നുള്ള പരിപാടിയിലേക്ക് രേണു സുധിയും പയ്യെ ചുവട് വെച്ചേക്കാണ്. ഇപ്പം തന്നെ ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചേച്ചിമാരെ തട്ടിയിട്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ഇതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും ജീവിച്ചു പൊക്കോട്ടെ എന്ന്. ജീവിച്ചു പൊക്കോട്ടെ, ഒരു വിഷയമില്ല. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റിയും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫെയിമും ഒന്നും അധിക നാൾ നമ്മുടെ കൂടെ നിൽക്കത്തില്ല. നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ടും കഴിവ് കൊണ്ടും വളർന്നു വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പയ്യെ പയ്യെ ഇതേപോലെ മെമ്പർഷിപ്പിലേക്കൊക്കെ തിരിയേണ്ട അവസ്ഥ വരും. അതൊക്കെ എൻ്റെ വെറും തോന്നല മോളെ. കാരണം എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല, കഥയില്ല. കാരണം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആൾക്കാരെല്ലാം പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഇതേപോലുള്ള സംഭവങ്ങൾ വേണം. പറഞ്ഞു തന്നെ എന്താ പറയുക, രേണു സുധിൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പരിപാടി ഒരു മാസത്തിന് 150 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കുറ്റം പറയുന്ന ഈ പെൺകുട്ടിനോട് പറയാനുള്ളത് എന്താ പറയുക, ഇത് എത്ര ആളെടുത്തു എന്ന് പറയണക്ക് 1500 ആൾക്കാർ നിലവിൽ ഇതുവരെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അറിയോ, ഒരു മാസം രേണു സുധിക്ക് ഒരു പണിയെടുക്കാതെ 1.5 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നുണ്ട് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട്. എന്നെനിക്ക് പറയാം, ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട് മാസം? അപ്പോൾ അതിലൊന്നും ഒരു കഥയില്ല. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി വരുന്നില്ല. പബ്ലിസിറ്റി കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് പിടിച്ചിക്കാൻ കഴിയുള്ളൂ. രേണു സുധി എന്ന് പറയുന്ന ആൾ ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കൊണ്ട് 1.5-2 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുമ്പോൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആൾക്കാർ എത്ര കിട്ടും? ഞാൻ കളിയാക്കില്ല. ഇപ്പോൾ കഷ്ടപ്പെട്ടിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരുപാട് ചാനൽ പൂട്ടിപ്പോയിട്ടുണ്ട്. നമുക്കറിയോ, ഉദാഹരണം മല്ലു ട്രാവലർ. എത്ര പൈസ കയ്യിൽ നിന്നെടുത്ത് മുടക്കി ലോകം മുഴുവൻ യാത്ര ചെയ്ത്. ഇപ്പോൾ മൂപ്പർ അഡ്രസ്സ് ഉണ്ടോ? ചാനലിന് റീച്ച് ഇല്ല. അതേപോലെ എത്ര ചാനൽസ്. ഇപ്പോൾ വില്ലേജ് ഫുഡ് ചാനൽ ഫിറോസുക്ക പാലക്കാടുള്ള മൂപ്പരെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് ഒരുപാട് ഇടങ്ങേറായിട്ടാണ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കഷ്ടപ്പാടിലാണ് ഓരോ വീഡിയോസും കാര്യങ്ങളും വെക്കുന്നത്. എന്നിട്ട് മൂപ്പരെ ലാസ്റ്റ് പറഞ്ഞത് എന്താ, എനിക്കിതിൽ പിടിച്ചിരിക്കാൻ കഴിയണില്ല. കാരണം വരവിനേക്കാൾ കൂടുതൽ ചിലവാണ്. കാണുന്നവർക്ക് എന്താവും മില്യങ്ങളൊക്കെ ഫോളോവേഴ്സ്. അപ്പോൾ പറഞ്ഞു തന്നെ എന്താ അറിയോ, സംഭവം ഇന്നത്തെ കാലത്ത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ളവർക്ക് മാത്രമേ റീച്ചുള്ളൂ. അതിൽ ഈ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന പെൺകുട്ടി ആരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പറയാനുള്ളത് എന്താ അറിയോ, ഇന്നത്തെ കാലത്ത് രേണു സുധി, ആറാട്ടണൻ, അളിഞ്ചോസ് പെരേര, ചെകുത്താൻ കണ്ടോ, ഇവരെ പേര് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. പക്ഷേ കഷ്ടപ്പെട്ടിട്ടുള്ളൊരു യൂട്യൂബർ പേര് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? ഇല്ല. എന്നാൽ നിങ്ങൾക്ക് പെരേരനെ അറിയാൻ വെച്ച് കഴിഞ്ഞാൽ അതോ മറ്റോനല്ലേ രേണു സുധി? എല്ലാവർക്കും അറിയാം. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഈ കുറ്റം പറയുന്ന ആൾക്കാർ തന്നെ ഓരോ വീഡിയോ പോയി കാണും ചെയ്യും. അപ്പോൾ പറഞ്ഞു തരുന്ന കാര്യം എന്താ പറയുക, രേണു സുധി പറയേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കേൾക്കാം. അതൊന്നും എനിക്കറിയത്തില്ല. അവരുമായിട്ട് എന്നെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ ഇപ്പോഴും സാധാരണക്കാരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും നിൽക്കുന്നതുമില്ല. ഇപ്പൊ 800 സംതിങ് കഴിഞ്ഞു. എന്തൊരു തെളിമ, എന്തൊരു വിനയം, എന്താ ഒരു ഇത് രേണു സുധിൻ്റെ ഒരു വിനയം കണ്ടില്ല നിങ്ങൾ? സംഭവം എന്താ വെച്ചാൽ, അഹാന കൃഷ്ണക്ക് ഇതുവരെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പക്ഷേ ആകെ 300 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. പിന്നെ തുമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരാൾക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പക്ഷേ ഓളതൊക്കെ 1000 ചില്ലാനുള്ളൂ. പക്ഷേ രേണു സുധിൻ്റെ ഇതുവരെ 1500 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് രേണു സുധിൻ്റെ ഫോട്ടോസും ഇതും കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇന്ന് കേരളത്തിൽ ഇത്രത്തോളം മണ്ടന്മാരുണ്ടെന്ന് ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഇതേ ആൾക്കാർ രേണു സുധിനെ കുറ്റം പറയും ചെയ്യും, എന്നിട്ട് നേരെ പോയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയും ചെയ്യും. വല്ലാത്തൊരു അവസ്ഥ ആലോചിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1-2 അല്ല, 1500 ആൾക്കാർ രേണു സുധിൻ്റെ സബ്സ്ക്രിപ്ഷൻ 180 രൂപ മാസം റീചാർജ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5-2 ലക്ഷം രൂപ വരുമാനം ഇന്ന് വരെ നിങ്ങൾ കളിയാക്കുന്ന ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള രേണു സുധിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സത്യം പറയാലോ, നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ചുള്ള രേണു സുധിക്കെന്ന് പറയാതിരിക്കാൻ നിവൃത്തില്ല. കാരണം ഒരുപാട് യൂട്യൂബ് ചാനലിൽ രേണു സുധിനെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, രേണു സുധിൻ്റെ കണ്ടൻറ്റ് ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, രേണു സുധി എന്നുള്ള പേര് വെച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ 1000-കണക്കിനും 10,000-കണക്കിനും ലക്ഷക്കണക്കിനും പറയേണ്ടി വരും. കാരണം അത്രത്തോളം വ്യൂവേഴ്സ് രേണു സുധിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ രേണു സുധി ഇന്ന് മമ്മൂട്ടിനെ കാട്ടി മോഹൻലാലിനെ കാട്ടി വലിയൊരു സെലിബ്രിറ്റി ആണെന്ന് പറയേണ്ടതിന് ഒരു തെറ്റ് ഞാൻ കാണില്ല. കാരണം വെറുതെ ഒരു പണിയെടുക്കാതെ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പൈസ ഉണ്ടാക്കുകയാണ് 1.5 ലക്ഷം റുപ്യ. പിന്നെ പണിയെടുത്തിട്ട് വേറെ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടാവും?
അപ്പോൾ ഈ കമൻ്റ് ഇട്ട് രേണുസുതിനെ കുറ്റം പറയുന്നുണ്ടാവും, അതേപോലെ തന്നെ കളിയാക്കുന്നുണ്ടാവും. രേണുസുതി എന്താണ് തീരെ കഥയില്ലെന്നൊക്കെ ചോദിക്കേണ്ട ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് തീരെ കഥയില്ലേ? കാരണം നിങ്ങൾക്ക് ₹1 വരുമാനം കിട്ടണില്ല. ഓൾക്ക് ലക്ഷക്കണക്കിന് വരുമാനം കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന്. പ്രത്യേകിച്ച് ഓളെ കാണാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത ആൾക്കാരെ റീചാർജ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം അധപ്പതിച്ചു കേരളം അല്ലേ? കുറ്റം പറയേണ്ട അതേ ആൾക്കാർ തന്നെ പോയിട്ട് ഓരോ വീഡിയോസും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥ അല്ലേ? വല്ലാത്തൊരവസ്ഥ.